പെരുന്തട്ടയില് 4 പുലി ഇറങ്ങിയിട്ടുണ്ട്. 1 ഇത് 2 ഇത് 3 അതിന്റെ നടുവിൽ തന്നെ ഉണ്ട്. 4 അപ്പുറത്തും. 2 ദിവസം മുമ്പ് പാലക്കാടായിരുന്നു. ഇന്നിപ്പോൾ ഡെക്കാംപീഠ ഭൂമിയിലുണ്ട്. ഡെക്കാംപീഠ ഭൂമിയിലെന്ന് പറഞ്ഞാൽ തന്നെ സൈക്കിൾ സ്വന്തമാക്കി. ആ ഗേറ്റ് ഉണ്ടല്ലേ, ഇങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല, പക്ഷേ എനിക്ക് പ്രവേശിക്കാം. എൻ്റെ സുഹൃത്തൂടെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലം വരുന്നത് ഡെക്കാംപീഠ ഭൂമി എന്താണെന്നുള്ളത് പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കിയില്ല. ഈ സ്ഥലം വരുന്നത് വയനാട് പെരുന്തട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ സ്ഥലം പരിചയപ്പെടുത്തുന്നത് തന്നെ എൻ്റെ സുഹൃത്ത് കുട്ടമ്പത്തേരി, ദേശാഭിമാനിലെ ഫോട്ടോഗ്രാഫറാണ്. അവൻ പറഞ്ഞിട്ടാണ് 3 വർഷം മുമ്പ് ഞാനിവിടെ വരുന്നത്. ചുറ്റിനും തേയിലത്തോട്ടം, അതിൻ്റെ നടുവിലായിട്ടൊരു കൊച്ചു ഗ്രൗണ്ട്, കുറേ കുട്ടികൾ. ആ കുട്ടികളൊത്ത് കുറച്ച് നേരം കളിച്ച് അവർക്ക് ക്ലബിലേക്ക് ഒരു സംഭാവന കൊടുത്ത് പിന്നീട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഫുട്ബോൾ വാങ്ങിക്കൊടുത്ത്. ഇന്നിപ്പോൾ ഫയാസ് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്, അവൻ്റെ കെയർ ഓഫിലാണ് ഇങ്ങോട്ട് കയറാൻ പറ്റുന്നത്. അവനൊരു ബൂട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അവിടെ റൂമുണ്ട്. ഇടയ്ക്ക് വന്ന് തങ്ങാൻ വേണ്ടിയാണ് ആ റൂം എടുത്തിട്ടിരുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്ററിനുണ്ട് ഇവിടത്തോളം. സൈക്കിള് ഓട്ടി വന്ന്, കാരണം നല്ല കയറ്റമാണ്, 1.5 കയറ്റമാണ്. എന്നാലും കുഴപ്പമില്ല, നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളുണ്ട്. ഈ സ്ഥലത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഇടയ്ക്ക് പുലി ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. പിന്നെ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ആകെ അലമ്പാക്കിയിട്ട് പോകുന്നൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഗേറ്റിൻ്റെ ഇപ്പുറം പ്രവേശനമില്ല. ഇവിടെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്, അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ലെന്നാണ്. പിന്നെ ഒരു പ്രത്യേകം കൂടിയുണ്ട്. 2002 ആദ്യമായിട്ട് ഇവിടെ കരിമ്പുലിയെ കണ്ടെത്തിയ സ്ഥലം കൂടിയാണ്. അന്ന് ആ കരിമ്പുലിയെ പിടിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം ഉള്ള ഒരു പ്രദേശമാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. മോർണിംഗ് കാഴ്ചകൾ അതിസുന്ദരമായ കാഴ്ചകളാണ്. ഞാൻ രാവിലെയാണ് മിക്കപ്പോഴും വന്നത്. പക്ഷേ ഇപ്പോൾ വന്നത് ഇപ്പോൾ സമയം 3:20 അവൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അവനൊന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ അമ്പലത്തിൻ്റെ പാട്ടാണ്. ഫയാസിനെ വ്യക്തമായിട്ട് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഒരു ബൂട്ട് കൊടുത്തെന്നും പറഞ്ഞാൽ അത് വീഡിയോ എടുത്ത് നേരെ യൂട്യൂബിലിട്ട് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം പ്രതീക്ഷിക്കുന്നില്ല. യൂട്യൂബിന് വരുമാനം കിട്ടുന്നില്ല, ഓൾറെഡി അത് താല്പര്യവുമില്ല. അപ്പോൾ ഇതേപോലത്തെ വിശേഷങ്ങളൊന്നുമല്ല നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. ഈ കാണുന്ന പാറ ഉണ്ടല്ലോ, ഈ കാണുന്ന പാറയുടെ മുകളിലാണ് പുലികൾ വന്നത്. പുലിയല്ല വന്നത്, പുലികൾ ഒരുപാടുണ്ടായിരുന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം കാണിച്ചത്. അപ്പോൾ അങ്ങനെ പുലി ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പാറ എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന ഫയാസിൻ്റെ വീട്, അതായത് ഫയാസിൻ്റെ വീടിൽ നിന്ന് 300 മീറ്റർ അകലേ ഉള്ളൂ. അത് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ പുലികൾ ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ്. പിന്നെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ സൈക്കിൾ ഒരെണ്ണം സ്വന്തമായിട്ട് വാങ്ങി. ഇനിയിപ്പോൾ വയനാടിൻ്റെ വിശേഷങ്ങൾ സൈക്കിളിൽ നടന്നിട്ടാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ നമസ്കാരം.